സ്പോർട്സ് ബുളിവാർഡ് പദ്ധതിയുടെ ഭാഗമായി പുതുതായി നിർമ്മിച്ച ദി ഗ്രോവ് സന്ദർശകർക്കായി തുറന്നുകൊടുത്തു. റിയാദ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ റോഡിലെ ആർട്സ് ടവറിനും സുവൈദ് ബിൻ ഹാരിസ സ്ട്രീറ്റിനും ഇടയിലാണ് 1.2 കിലോമീറ്റർ നീളമുള്ള ഈ സാംസ്കാരിക വിനോദ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. 23,000 ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പദ്ധതി ജലാശയങ്ങൾ, ഹരിത ഇടങ്ങൾ, കഫേകൾ, കുട്ടികൾക്കായുള്ള കളിസ്ഥലങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ്. ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രൊഫഷണലുകൾക്കും അമച്വർമാർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന സൈക്ലിംഗ് ട്രാക്കുകളും കാൽനട യാത്രക്കാർക്കുള്ള പ്രത്യേക പാതകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 2025 ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്പോർട്സ് ബുളിവാർഡ് ആദ്യഘട്ടത്തിന് ശേഷം കൃത്യം 1 വർഷത്തിനുള്ളിലാണ് ദി ഗ്രോവിന്റെ നിർമ്മാണം പൂർത്തിയായത്. വാദി ഹനീഫ, സാൻഡ് സ്പോർട്സ് പാർക്ക്, ആർട്സ് ടവർ ഏരിയ തുടങ്ങിയ പ്രധാന ഡെസ്റ്റിനേഷനുകൾ ഉൾപ്പെടുന്നതാണ് ഈ പദ്ധതിയുടെ ആദ്യഘട്ടം. സൽമാനി വാസ്തുവിദ്യാ ശൈലിയും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും സമന്വയിപ്പിച്ച് രൂപകൽപ്പന ചെയ്ത ഈ പദ്ധതിക്ക് 2019 മാർച്ചിലാണ് സൽമാൻ രാജാവ് തുടക്കം കുറിച്ചത്. കിരീടാവകാശിയും സ്പോർട്സ് ബുളിവാർഡ് ഫൗണ്ടേഷൻ ചെയർമാനുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാറിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വർഷം മുഴുവനും നീണ്ടു നിൽക്കുന്ന കായിക സാംസ്കാരിക പരിപാടികൾ, ഫിറ്റ്നസ് പ്രോഗ്രാമുകൾ എന്നിവ ഇവിടെ അരങ്ങേറും. സൗദി വിഷൻ 2030 ലക്ഷ്യങ്ങൾക്കനുസൃതമായി റിയാദിനെ ലോകത്തിലെ ഏറ്റവും താമസയോഗ്യമായ നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റുക എന്ന ദൗത്യത്തിന്റെ ഭാഗമാണിത്. പദ്ധതി പൂർത്തിയാകുമ്പോൾ 135 കിലോമീറ്ററിലധികം നീളവും 50-ലേറെ കായിക സൗകര്യങ്ങളുമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ലീനിയർ പാർക്കായി സ്പോർട്സ് ബുളിവാർഡ് മാറും. അൽവാദി ഡെസ്റ്റിനേഷൻ ഉൾപ്പെടെയുള്ള പദ്ധതിയുടെ ശേഷിക്കുന്ന ഭാഗങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. സന്ദർശകർക്ക് കൂടുതൽ വിവരങ്ങൾക്കും യാത്രാ വിവരങ്ങൾക്കുമായി സ്പോർട്സ് ബുളിവാർഡ് വെബ്സൈറ്റിലെ പ്രത്യേക പേജ് പ്രയോജനപ്പെടുത്താവുന്നതാണ്.